ഇപ്പോൾ ബിൽഡിംഗ് പണിയാൻ പോകുന്നവർ ഈ ഒരു 30 സെക്കൻഡ് നിർബന്ധമായി ഒന്ന് കേൾക്കണം. ബിൽഡിങ്ങിന്റെ വർക്ക് തീർന്നതിന് ശേഷം നമ്പർ കിട്ടാതെ പോകുന്ന ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാൻ പ്ലാൻ പേപ്പറിൽ അപ്രൂവ് ആവും. പക്ഷേ ബിൽഡിംഗ് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്നാണ് ഇൻസ്പെക്ഷൻ നോക്കുന്നത്. ബിൽഡിംഗ് പണി കഴിഞ്ഞതിന് ശേഷം ആവശ്യമായ സെറ്റ് ബാക്കുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്പർ തടയുന്നത് ഇന്ന് കേരളത്തിൽ പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. പലരും വിചാരിക്കുന്നത് പ്ലാൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ സേഫ് ആണെന്നാണ്. പക്ഷേ ഗ്രൗണ്ടിൽ വിടേണ്ട അളവ് റോഡിൽ നിന്നും കൃത്യമായി വിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് മുഴുവനായിട്ട് ഒഴിവാക്കാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ബിൽഡിംഗ് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ സർവേ ചെയ്ത് പ്രോപ്പറായിട്ട് സെറ്റിംഗ് ഔട്ട് ചെയ്യുക. പ്ലാൻ പേപ്പറിൽ കാണുന്ന പോലെ തന്നെ ഗ്രൗണ്ടിൽ ബിൽഡിംഗ് സെറ്റ് ഔട്ട് ചെയ്യണം. എവിടെ ബിൽഡിംഗ് വരണം, എത്രയെല്ലാം സെറ്റ് ബാക്കുകളാണ് വിടാനുള്ളത്, ഇതെല്ലാം കറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ ക്ലിയർ ആയി മാർക്ക് ചെയ്യണം. ഒരു ദിവസത്തെ സർവേ വീട് തീർന്ന ശേഷം വർഷങ്ങളോളം വരുന്ന ഓട്ടവും ടെൻഷനും ഓഫീസ് കയറി ഇറങ്ങുന്നതും ഒഴിവാക്കാം. പലരും ഒരു സംശയം ചോദിക്കും, പ്ലാൻ അപ്രൂവൽ ആയിട്ടില്ലേ, പിന്നെ എന്തിനാണ് സർവേ? ഇവിടെയാണ് പലരും അറിയാതെ കുടുങ്ങുന്നത്. പ്ലാൻ അപ്രൂവ് ആയിട്ടും നമ്പർ തടയുന്ന 3 മിസ്റ്റേക്കുകളുണ്ട്. അതിലൊന്നെങ്കിലും നിങ്ങളുടെ പ്ലോട്ടിൽ ഉണ്ടെങ്കിൽ ബിൽഡിംഗ് തീർന്ന ശേഷം എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും കാര്യമില്ല. അതെന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യൂ.